എനിക്ക് രാവിലെ എണീറ്റ് അടുക്കളപ്പണിയൊന്നും എനിക്ക് അങ്ങനെ എന്തോ ഇഷ്ടമില്ല. അയ്യോ, പിന്നെ ആരും കല്യാണം കഴിഞ്ഞ് വന്നാൽ അമ്മയുടെ കൂടെ മകളും കൂടെ രാവിലെ എഴുന്നേറ്റ് വന്ന് അടുക്കളയിലെ പണിയൊക്കെ ചെയ്യാൻ കൂടണം. അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബം പോണേ. അങ്ങനെ അല്ലാത്തടത്ത് ഈ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകണേ. അറിയാം, ഏതെങ്കിലും അമ്മമാരെ ഇഷ്ടപ്പെടുവോ? മകള് വന്ന് നല്ല പോത്തുപോലെ കിടന്നുറങ്ങണം. അല്ല, ദിവ്യ പോലെ കിടന്നിറങ്ങണേ. രാവിലെ അമ്മ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കണു, പാത്രം കഴുകണം, മിറ്റോടി അറിയേത്. അങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൽ സന്തോഷമായിട്ട് പോണത്. അല്ല ഇപ്പം അഥവാ ഇനിയിപ്പോൾ പണിയൊന്നും അറിയത്തില്ലേ പോലും അമ്മയുടെ കൂടെ ഒരു ഉള്ളി അരിയാൻ കൂടി, സവോള അരിയാൻ കൂടി, ഉള്ളി തൊലി പൊളിക്കാൻ കൂടി അമ്മയുടെ കൂടെ അങ്ങനെ മുട്ടി ഉരുമിയൊക്കെ അങ്ങ് നിൽക്കണം. ഈ എടുക്കുക എന്ന് പറയണത് അതൊരു താത്തി കെട്ടണതല്ല. പഠിക്കണം, ഒരാളൊന്ന് ചെയ്യുമ്പോൾ അടുത്തയാൾ അത് ചെയ്തു, അങ്ങനെ ചെയ്ത് നമ്മൾ പോ ചേർന്ന് ഇത്രയും വലിയ പെങ്കൊച്ചൊരു നിക്കറ് വിട്ടോ, കുഞ്ഞു നിക്കറ് വിട്ടോണ്ട് ഇപ്പരക്കാത്ര ഈ എനിക്ക് ചിന്തിക്കാൻ പറ്റും. വല്ല ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ എന്നെ കുറ്റം പറയും. ഓ, മകളെ കൊണ്ട് നടത്തിയേക്കണം, കണ്ടേച്ചാൽ മതി. വീട്ടുകാരൊക്കെ വരുമ്പോൾ തന്നെ കുറ്റം പറയും. ഓ, അവിടെ ഒരു അല്ലെങ്കിൽ തന്നെ എനിക്കും ഇഷ്ടമില്ല അവനെ. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, അത് സ്വന്തം വീടായിട്ട് കരുതണം. ഒന്നാമത്തെ കാര്യം രാവിലെ തന്നെ വീട്ടിൽ എണീക്കണം. അതിച്ചിരി രാവിലെ ഒരു 5:30 എണീക്കാൻ ഞാൻ പറഞ്ഞില്ല, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് വരിക. അപ്പോഴും നേരം പരപര വിളിക്കും. 6 മണിക്ക് എഴുന്നേറ്റ് വരണം, മുറ്റം അടിക്കണം, പിന്നെ അടുക്കളയിൽ വരണം. ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ വലിയ കടുകട്ടി പണിയൊന്നുമല്ല. അപ്പൊ എല്ലാരും പഠിച്ചോണ്ടൊന്നും അല്ല വരുന്നത്. അങ്ങനെയല്ല കല്യാണം. അപ്പൊ ഒരു അടക്കമൊതുക്കമുള്ള വേഷമൊക്കെ ധരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂടിക്കെട്ടി നടക്കണമെന്ന് ഞാൻ പറയല്ല. പുറത്തൊക്കെ ഇട്ടോ 6 മണിക്കൊക്കെ എഴുന്നേറ്റ് വരണം. അപ്പോൾ എല്ലാ പണികളും തീർക്കാൻ പറ്റും. ഈ തല്ലിപ്പടിച്ച് ചേർന്ന് ഓടിപ്പാഞ്ഞ് നടന്ന് ചെയ്യണ്ട. എല്ലാം സാവകാശം നമ്മൾ ആസ്വദിച്ച് ചെയ്യണം. ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, കാലത്ത് കാപ്പിക്ക് ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് വേണം, വൈകിട്ട് വേണം, വേണ്ടേ? അപ്പോൾ അതെല്ലാവരും കൂടെ കൂടി എല്ലാവരും കൂടെ കൂടി അങ്ങോട്ട് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ വലിയ പണിയൊന്നും അല്ല. ഏത് വീട്ടിൽ എന്നെ അയ്യോ മകളെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നില്ല പോലും. എനിക്ക് ഇച്ചിരി ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഷോർട്സ് എൻ്റെ പൊന്നു കൊച്ച സ്വന്തക്കാരുണ്ട്, ബന്ധുക്കാരുണ്ട്. മാന്യമായ ഡ്രസ്സ് ആര് വന്നാലും നമ്മളൊരു ചമ്മല് പറഞ്ഞേട്ടെ, ഒരു ചമ്മല് കൂടാതെ 4 പേരുടെ മുമ്പിൽ ഇറങ്ങിക്കാനുള്ള വേഷം ഇട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ചമ്മലാന്നേ. എനിക്ക് ഭയങ്കര മാന്യമായ വേഷം നല്ല മാന്യമായ വേഷം. പിന്നെ എനിക്ക് ഈ മമ്മിയുടെ കുഞ്ഞി കുറ്റിച്ചൂട് വെച്ച് മിറ്റം അടിക്കുമ്പോ ഭയങ്കര നടുവേന. അതിനെന്താ ചെയ്യണമെന്ന് അറിയാവോ? നമുക്ക് ഇഷ്ടം പോലെ തെങ്ങുണ്ട്. മകള് നല്ല ചൂലൊക്കെ നല്ല മടല് വെട്ടി നല്ല ചൂലൊക്കെ ഉണ്ടാക്കി വെച്ചോ. എന്നെ കൊണ്ടൊന്നും ഞാൻ കണ്ടിട്ട് പോലല്ല അതിനൊന്നും ഉണ്ടാക്കുന്നത്. എന്താ പറഞ്ഞ എനിക്ക് വരുന്നവരോടൊക്കെ ഉണ്ടല്ലോ നല്ല ഹാപ്പി ആയിട്ടൊക്കെ പെരുമാറണം. അവർക്ക് ഇനിയും വരാൻ തോന്നണം. നല്ല ചിരിച്ച് ചിരിച്ച് സന്തോഷമായിട്ട് അവരെ സ്വീകരിക്കണം. നന്നായിട്ട് സംസാരിക്കണം അവരോട്. അവർക്ക് നല്ലൊരു ഞങ്ങള് പിന്നല്ലേ ഞങ്ങൾ വന്നത് അവർക്ക് ഇഷ്ടമായല്ലോ. അപ്പൊ അവർക്ക് ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാണ്. അവർക്ക് വീണ്ടും വരാനൊക്കെ തോന്നിക്കണം. ഹൃദയം ഇടുങ്ങിയതാകരുത്, വിശാലമായിരിക്കണം. ഒരുപാട് നിക്കറ ഒറ്റ തന്നാണ്ടല്ലോ നിക്കറ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ കൊണ്ടുപോയിടും. അല്ല പിന്നെ സാധാരണ മക്കളൊക്കെ എങ്ങനെയാണെന്നറിയാമോ? കാലത്തെ ഏറ്റു വന്ന് ഒരു ചായയൊക്കെ എടുത്ത് അമ്മായിയമ്മയ്ക്കും അമ്മായിപ്പനൊക്കെ രാവിലെ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് തരണം. എന്തൊരു സ്വപ്നങ്ങളിൽ മാത്രം.